നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2026 ഫെബ്രുവരി മാസം 24-ാം തീയതി 1201 ആണ്ട് കുംഭമാസം 12-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ ഉദയനക്ഷത്രം വന്നിരിക്കുന്നത് കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക ശരിക്ക് പറഞ്ഞാൽ ശുഭനക്ഷത്രമല്ല, ശുഭദിനവുമല്ല. ഇപ്പോൾ ശുഭനക്ഷത്രമല്ല, ശുഭദിനവുമല്ല. അപ്പോൾ ഇന്ന് ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമല്ല. ഓരോ ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണമെങ്കിലും ഇന്ന് സൂക്ഷിക്കണം. ശുഭകാര്യങ്ങൾക്ക് നല്ലതല്ല, ശുഭപ്രദമായ ദിവസമല്ല. പലതരത്തിലെ തടസ്സവും അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ ഉണ്ടാവുന്ന ദിവസം തന്നെയാണ്. സൂക്ഷിച്ചു പോകണം. ശരിക്കും പറഞ്ഞാൽ കുംഭമാസത്തിലെ കാർത്തിക നക്ഷത്രം ബർത്ത്ഡേറ്റ് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഈ ഒരു വർഷവും ഭയന്ന് തന്നെ പോകണം. സാമ്പത്തികമായി സൂക്ഷിക്കണം. ആക്സിഡൻ്റ് ഉണ്ടാവാം, തീപ്പൊള്ളലേക്കാം, ഇലക്ട്രിസിറ്റിയെ സൂക്ഷിക്കണം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം. അതുകൊണ്ട് ഇതൊക്കെ വളരെ സൂക്ഷിച്ച് പോകണം. ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടതുകൊണ്ട് നമ്മൾ ഇതിലൊന്നും ചെന്ന് പെടാതെ ഈ ദോഷത്തെ അതിജീവിക്കാൻ വേണ്ടി മുരുകനെ പ്രീതിപ്പെടുത്തണം, സുബ്രഹ്മണ്യ പ്രീതി വരുത്തണം. സുബ്രഹ്മണ്യ യന്ത്രം ധന്വന്തരി യന്ത്രവുമായി ചേർത്ത് ദേഹരക്ഷ കിട്ടണം. ഒന്നും ആക്സിഡൻറ്റോ അസുഖമോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഇന്നത്തെ ദിവസത്തെ ചിന്തിക്കുമ്പോൾ രാഹുകാലം നോക്കി യാത്ര തിരിക്കണം. ഉച്ചയ്ക്ക് ശേഷമാണ് രാഹുകാലം 3 തൊട്ട് 4:30 മണി വരെ എന്ന് കലണ്ടറിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും രാഹുകാലം സ്റ്റാർട്ട് ചെയ്യുന്നത് 3:34 തൊട്ട് തുടങ്ങുകയുള്ളൂ. 4:00 തീരത്തില്ല. 5:03 രാഹുകാലം തീരുകയുള്ളൂ. അപ്പോൾ രാഹുകാലം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം. ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളുണ്ട്. എല്ലാ ദിവസവും ഗുളികനും യമകണ്ഠനും അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് കയറി നമ്മൾ കൈവയ്ക്കരുത്. 12 മണിക്കൂറുള്ളതിൽ 3 മണിക്കൂറോളം സമയം അവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ബാക്കി 9 മണിക്കൂർ നമുക്ക് അനുകൂലപ്രദമാണ്. അതിൽ 1.5 മണിക്കൂർ രാഹുകാലമുണ്ട്. അത് യാത്രയ്ക്ക് മാത്രം, യാത്ര തുടങ്ങാൻ വേണ്ടി മാത്രമേ പാടില്ലാതെ ഉള്ളൂ. അപ്പോൾ ഗുളികകാല സമയം വരുന്നത് 12:38 തൊട്ട് 2:06 വരെയും യമകണ്ഠകാല സമയം വരുന്നത് 9:41 തൊട്ട് 11:09 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് ചില കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥയുണ്ടെങ്കിൽ മാത്രം അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യം കൊടുക്കണം. 12:14 തൊട്ട് 1 മണി 2 വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയമാണ്. മുഹൂർത്തങ്ങളുടെ രാജാവാണ് അഭിജിത്ത്. അപ്പോൾ ഈ സമയം നമുക്ക് എന്ത് ശുഭകാര്യത്തിനും എടുക്കാം. പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഇടവരുന്ന അവസ്ഥാവിശേഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. നേട്ടഭാവത്തെ കൊടുക്കുന്ന സമയമാണ് ഈ സമയം. പുരോഗതിയുടെ കാലഘട്ടമാണ്. ഇപ്പോൾ പുരോഗതിക്കും ഉയർച്ചയ്ക്കും ഉന്നതിക്കും ഇടവരുന്ന അവസ്ഥാവിശേഷത്തെ പ്രദാനം ചെയ്ത് തന്നിട്ടുണ്ട്. നേട്ടഭാവത്തെ കൊടുക്കുന്ന സമയമാണ് ഈ കാലയളവ്. പുരോഗതിയുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ അഭിജിത്ത് മുഹൂർത്ത സമയം നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും എടുക്കാം. എടുത്ത് നല്ലതെങ്കിൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതുപോലെ തന്നെ ഇന്ന് വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കുക. ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ചുവന്ന മിക്സായിട്ടുള്ള കളറോ ചുവന്ന വസ്ത്രത്തിൽ ഒരു ഭാഗമെങ്കിലും ചുവപ്പ് കയ്യിൽ കരുതുന്നത് കർച്ചീപ്പായിട്ടോ അല്ലെങ്കിൽ പൊട്ടായിട്ടോ ചുവന്ന കുറിയായിട്ടോ ഒക്കെ ധരിക്കുന്നതും ഭാഗ്യദായകമായ അവസ്ഥയ്ക്കിടവരും. എല്ലാവർക്കും ഇന്ന് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.